കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിന് ഒരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇപ്പൊ ഈ ഫോർവേഡ് ബ്ലോക്ക് അടക്കം പല സംഘടനകളും അപ്പുറത്ത് നിൽക്കുന്നൊക്കെ ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ, അല്ലേ? എന്താണ് ഒരു പ്രവാസി കോൺഗ്രസ് അടക്കം. അപ്പൊ അതിലും താഴെയാണോ പി വി അൻവർ? അതാണല്ലോ അതിന്റെ അടിസ്ഥാനം. മാർക്കറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചെടുത്തനല്ലേ ഇതിന്, അല്ലേ? അതാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് കേസിനോടൊന്നും ചോദിക്കണ്ടേ. ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ കെ സി യുമായി സംസാരിച്ചതിന് ശേഷമേ ഞാൻ അതിൻ്റെ മുകളിൽ തീരുമാനിക്കും. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുണ്ട്. അമല, ഇപ്പൊ രതീഷ് അനിരുദ്ധൻ നേരത്തെ നിലമ്പൂരിൽ നിന്ന് സൂചിപ്പിച്ച പോലെ നിലമ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തെളിഞ്ഞ കാലാവസ്ഥയാണ്, പക്ഷെ നിലമ്പൂരിൽ രാഷ്ട്രീയ കാലാവസ്ഥ തെളിയുന്നില്ല. അൻവറിന്റെ വാക്കുകളിലുള്ള ഒരു പ്രതിരോധം, പ്രതിസന്ധിയൊക്കെ ഇങ്ങനെ നിഴലിച്ചു കാണുന്നുണ്ട്. ഇങ്ങനെയല്ല അൻവർ ഇതുവരെ സംസാരിച്ചത് അമലിനും നല്ലപോലെ അറിയാവുന്നതാണ്. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നത്? അൻവർ ഇതാ ഞങ്ങൾ വരച്ച വരയിലൂടെ ഇങ്ങോട്ടേക്ക് നടക്കുന്നു എന്നാണോ, അതോ നോക്കാം എന്നതാണോ? DCCയിൽ ഉണ്ടായിരുന്ന സമയത്ത് രാജിവെച്ച് പോന്നപ്പോൾ മുതൽ ഇങ്ങോട്ടുള്ള അൻവറിനെ കേരള രാഷ്ട്രീയം കണ്ടതാണ്. സമീപകാലത്തൊക്കെ പിണറായി വിജയനോട് നേർക്ക് നേർ നിന്ന അൻവറിനെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അൻവർ അങ്ങനെയല്ല. അൻവറിന്റെ കണ്ടമിടറുന്നു, കണ്ണ് നിറയുന്നു. അങ്ങനെയുള്ള അൻവറാണ്. അൻവർ കരഞ്ഞില്ല എന്നുള്ള ഒരു നിലയിലേക്ക് പോയി, ആ ഒരു നിലയിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അൻവറിന് നല്ല വിഷമമുണ്ട്. എവിടെയും എത്താൻ പറ്റിയില്ല എന്നൊരു നിരാശ അൻവറിന്റെ വാക്കുകളിൽ പ്രകടമാണ്. അൻവർ അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ചോദ്യം ആവർത്തിക്കുമ്പോൾ അൻവറിന് ഉള്ളിൽ കിടക്കുന്ന ദേഷ്യം അൻവറിന്റെ പുറത്തേക്ക് വരുന്നത് കാണാൻ കഴിയും. അൻവർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. മമതാ ബാനർജി ഇവിടെ പ്രചരണത്തിന് വരും. 10 മന്ത്രിമാരെ ഇവിടെ പ്രചരണത്തിന് വിട്ടുതരാമെന്ന് മമതാ ബാനർജി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എത്ര MP മാരെ വേണമെങ്കിലും വിട്ടുതരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പോരാട്ടത്തിനും താൻ സജ്ജമാണ് എന്ന് PV അൻവർ ഉറപ്പിച്ച് പറയുകയാണ്. അതോടൊപ്പം തന്നെ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പടച്ചവൻ തന്നെ ഇറങ്ങി വന്ന് തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് UDF നേതൃത്വമാണ് അൻവറെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു ധാരണയും അൻവറിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ പിടിവാശി ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി പുറത്തു വന്നൊരു സഹകരണം എന്നുള്ളൊരു നിലപാട് പോലും ഒരുപക്ഷെ UDF നേതാക്കൾ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അൻവർ ഇന്നിങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഉള്ള സ്വാധീനം എന്ന് പറയുന്നത് വോട്ട് ആയി എത്ര സമാഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷേ അൻവറിന് കൃത്യമായി തന്നെയുള്ള സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട്. ഇവിടെ 2 വട്ടം MLA ആയിരുന്ന ആളാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വൻ വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ തണലിൽ വളർന്നു വന്ന 2 ആളുകളെ പരാജയപ്പെടുത്തി വന്നവനാണ് PV അൻവർ. അതിനാൽ തന്നെ ആ സംവിധാനം എന്താണെന്ന് UDFന് കൃത്യമായി അറിയാം. പക്ഷേ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് നിന്ന് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. പ്രതിപക്ഷ നേതാവ് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ KPC അധ്യക്ഷൻ കണ്ണൂരാണുള്ളത്. അധികം വൈകാതെ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് KC വേണുഗോപാലുമുണ്ട്. അപ്പോൾ സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ വേഗത്തിലതാകും. പക്ഷേ എന്തോ അൻവറിന്റെ കാര്യത്തിൽ അൻവർ ഈ പിടിവാശി ഉപേക്ഷിക്കട്ടെ, അൻവർ സ്വയം കീഴടങ്ങട്ടെ, അതിനുശേഷം പിന്നീട് ചർച്ചയാകാമെന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലീഗ് നേതൃത്വവും അൻവറിനെ കൈവിടുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം. ഇനിയിപ്പോൾ എന്താകും തീരുമാനമെന്നറിയാൻ KC വേണുഗോപാലിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ കോഴിക്കോടുള്ള KC ഇതുവരെയും അവിടെ ഉള്ള കാര്യം പോലും അൻവറെ അറിയിക്കുകയോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഒരു സന്നദ്ധത അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അൻവറിന്റെ നീക്കം ഇനി എന്താകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അൻവറിന്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ പലപ്പോഴും കൈവിട്ടു പോകുന്നു എന്ന അവസ്ഥ വരുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ അൻവറിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനിപ്പിക്കാൻ വാർത്താ സമ്മേളനം എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കീഴേ വളർന്നു വന്ന 2 ആളുകളെ മലർത്തിയടിച്ചു എന്ന് അമൽ പറയുകയാണ്. എന്താണ് ഷൗക്കത്തിനെ കുറിച്ച് PV അൻവറിന് പറയാനുള്ളത്? പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ അതിനല്ലേ ഞാൻ രാജിവെച്ചത്. ആ രാജിവെക്കുമ്പോൾ എന്താണ് വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണല്ലോ UDF ലീഡർഷിപ്പ് തീരുമാനമാക്കേണ്ടത്. അതിനുതകുന്ന ഒരു സ്ഥാനാർത്ഥിയാവണ്ടേ? ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഒരു മിഷന് തടസ്സമേ അല്ല. നിങ്ങൾക്കറിയാം, ഇനിയിപ്പോൾ ഒരു വടിയാണ് അവിടെ UDF നിർത്തിയിട്ടുള്ളത്. ആ UDFന്റെ ഭാഗമാണെങ്കിൽ എനിക്കെന്താ പ്രയാസം? ആ UDFന്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ. അരുൺ അമൃതനാഥിലേക്ക് പോകാം. അരുൺ നിലമ്പൂരിൽ നിന്ന് ഉള്ള വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, ആദ്യമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആദ്യമേ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുക എന്ന് UDF വിചാരിക്കുന്നു. അതിന് വിഘാതമായി അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് PV അൻവർ മുന്നോട്ട് വരുമ്പോൾ അതിനെയും അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്ന നയം. പക്ഷേ അമൽ പറഞ്ഞതുപോലെ 2 തവണ MLA ആയിരുന്ന ഒരാൾക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. എത്ര വോട്ടുകൾ എന്നുള്ളതല്ല, എത്ര പേരെ സ്വാധീനിക്കാൻ കഴിയും എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
ഷൗക്കത്തിനെ മുന്നിൽ നിർത്തി അങ്ങനെ ഒരു പോരിനിറങ്ങുമ്പോൾ കോൺഗ്രസ് അത് പരിഗണിക്കുന്നുണ്ടോ? രതീഷും അമലും സൂചിപ്പിച്ചതുപോലെ തന്നെ വല്ലാത്തൊരു രാഷ്ട്രീയ നിസ്സഹായാവസ്ഥയിലാണ് PV അൻവർ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ആത്യന്തികമായി അൻവറിന്റെ ലക്ഷ്യം UDF പ്രവേശനമായിരുന്നു. അതിൽ നിന്ന് മയപ്പെടാൻ അൻവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ UDF ഉറച്ച ഒരു നിലപാടെടുക്കുന്നു, അതിൽ പിന്നോട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ അൻവർ നിലപാട് മയപ്പെട്ടുകൊണ്ട് തന്നെ ആ വിഷമം പ്രകടമാക്കുകയാണ്. അൻവർ പറയുന്നത് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടെങ്കിൽ പോലും അത് പരസ്യമായി പറയണം. അതായത് അസോസിയേറ്റ് ഘടകകക്ഷിയായി സഹകരിപ്പിക്കാൻ അൻവർ തയ്യാറാണ്, പക്ഷെ അതുപോലെ പരസ്യമായി പറയണമെന്നാണ്. പ്രതിപക്ഷ നേതാവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം അന്ന് വലിയൊരു സന്തോഷത്തോടെയായിരുന്നു അൻവറിന്റെ ആദ്യ പ്രതികരണം ഉണ്ടായത്. UDFുമായി സഹകരിപ്പിക്കും, ഒരാഴ്ചക്കകം പ്രതിപക്ഷ നേതാവ് തന്നെ അതിൽ തീരുമാനമെടുക്കും എന്നുള്ളത്. പിന്നീട് യാതൊരു വിവരവും ഉണ്ടായില്ല. അതിനുശേഷം ഇന്ന് ഇതുവരെയും അൻവറിന് യാതൊരു വിവരവും ഉണ്ടായില്ല. അപ്പോഴാണ് ഇനി KC വേണുഗോപാലുമായി ഒരു അവസാനഘട്ട ചർച്ച ഉണ്ടാകുമെന്ന് പറയുന്നത്. നേരത്തെ മത്സരിക്കുമെന്നൊരു കടുത്ത നിലപാടുണ്ടെങ്കിൽ പോലും അതുപോലെ മയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാലിന്റെ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകും. മമതാ ബാനർജി ഉൾപ്പെടെ പ്രചാരണത്തിലെത്തും. അവിടെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് KC വേണുഗോപാൽ പ്രഖ്യാപിക്കുകയാണ് UDFിന്റെ അസോസിയേറ്റ് ഘടകകക്ഷിയായി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ അവിടെ സമവായപ്പെടും എന്നതിലേക്ക് ഒരു കൺക്ലൂഷൻ എത്തുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഈ വാർത്താ സമ്മേളനം നൽകുന്നത്. സമവായം ഉണ്ടായില്ല. അൻവർ മത്സരിക്കുന്നതിന് അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയ്ക്കൊക്കെ അൻവറിന്റെ പിന്നിൽ അണിനിരക്കാൻ അത്രമാത്രം ആളുകളൊക്കെ ഉറപ്പായിട്ടുണ്ടാവും. അൻവറിന് ഈ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നത് വ്യക്തമാണ്. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുമാണ്. 2011 ഒരു സ്വതന്ത്ര ലേബലിൽ അൻവർ മത്സരിക്കാൻ എത്തുന്നു. അതിൻ്റെ CPMന്റെ പിന്തുണ പരോക്ഷമായി ഉണ്ടായെന്നൊക്കെ പറയപ്പെടുന്നു. വോട്ട് കണക്കൊക്കെ അത് സൂചിപ്പിക്കുന്നതുമാണ്. 2ാം സ്ഥാനത്തേക്ക് അന്ന് അൻവറിന് എത്താൻ സാധിക്കുന്നു. പിന്നീടാണ് ഇടതു സ്വതന്ത്രനായുള്ള അൻവറിന്റെ ഉദയം. 2016 21 MLA ആകുന്നു. പിന്നീട് ഉടനീളം മണ്ഡലത്തിൽ അൻവറിൻ്റെ ഒരു വ്യക്തിഗത ശൈലിയിലുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ അൻവറിന്റെ ഒരായ ശൈലിയിൽ അൻവറിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് വ്യക്തം തന്നെയാണ്. ഇപ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് അൻവറിന്റെ ഇടപെടൽ UDFന് നേടിക്കൊടുക്കുന്നു. വയനാട് പനമരം പഞ്ചായത്ത് നേടിക്കൊടുക്കുന്നു. എന്താണ് ലീഗിന്റെ നിലപാട്? ഇന്നലെ ലീഗ് നേതാക്കളുമൊക്കെ ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോ VD സതീശനെ തള്ളി KC വേണുഗോപാൽ തീരുമാനമെടുക്കട്ടെ എന്നൊരു നില അൻവർ സ്വീകരിക്കുമ്പോൾ എന്താണ് ലീഗിന്റെ മനസ്സിൽ? ആത്യന്തികമായി ലീഗ് കോൺഗ്രസിന്റെ തീരുമാനത്തിനൊപ്പം തന്നെയാണ്. പക്ഷേ ഒരു അവസാന ശ്രമം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ലീഗിന്റെ ആത്യന്തികമായുള്ള നിലപാട് അൻവറിനെ പിണക്കണ്ട, അൻവർ ഒപ്പം ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളത് തന്നെയാണ്. അതാണ് രാത്രി വൈകിയും വഹാബിന്റെ വീട്ടിൽ നടന്ന ചർച്ചകൾ. PK കുഞ്ഞാലിക്കുട്ടി രാവിലെയും കണ്ടതാണ്, വൈകിട്ടും കാണുന്നു. അത്തരത്തിലുള്ള ചർച്ചകളിൽ UDF അൻവറിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കി, അല്ലെങ്കിൽ ഇതിൽ നിൽക്കൂ, ഇതിൽ തൽക്കാലം ഇതിൽ തുടരൂ എന്നൊക്കെ ലീഗ് നേതൃത്വം പറഞ്ഞു നോക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് നിലപാടിനൊപ്പം നിന്നുകൊണ്ട് തന്നെ അൻവറിനെ അന്വയിപ്പിക്കാനുള്ള ഒരു ശ്രമമേ ലീഗ് നടത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ലീഗ് എന്തായാലും കോൺഗ്രസിന്റെ നിലപാടിനെ എതിർത്തൊന്നും ലീഗ് പറയാൻ പോകുന്നില്ല. നിമിഷങ്ങൾക്ക് രംഗങ്ങൾക്കൊക്കെ നിലമ്പൂർ എങ്ങനെ വഴിമാറുകയാണ്. സാധാരണഗതിയിൽ വലിയ അല്ലെങ്കിൽ ഇനി അവിടെ ജയിച്ചു വരുന്ന ആൾക്ക് പ്രത്യേകിച്ച് കാര്യമായി ആ മണ്ഡലത്തിലൊന്നും ചെയ്യാനില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. വളരെ കുറച്ച് സമയത്തെ ഒരു കാലം മാത്രമാണ് മുമ്പിലുള്ളത്. പക്ഷേ ആ ജയിച്ചു വരാൻ വേണ്ടി ഒരുപാട് പണികൾ എടുക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ നിലമ്പൂരിലെ കളം.